ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ദുരന്തർ 2-ൻ്റെ റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറയുന്ന കാര്യമില്ല, ഓൾറെഡി റിവ്യൂസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയുന്നേ ഉള്ളൂ. ഒറ്റ വാക്കി പറയുവാണെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട ഒരു കിടിലം പടമാണ് ദുരന്തർ. ഇത് 4 മണിക്കൂറിനടുത്താണ് പടം. ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 4 മണിക്കൂർ ഒരൊറ്റ ലാഗ് പോലും ഇല്ലാതെ ഒരാളെ എൻ്റർടൈൻ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില 3 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂറുള്ള ഒക്കെയുള്ള പടങ്ങൾ നമുക്ക് തരുന്ന ടോർച്ചർ, എങ്ങനെയും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് 4 മണിക്കൂർ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ പടം എടുത്ത ആദിത്യദാർ എന്ന് പറയുന്ന സംവിധായകനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. ദുരന്തർ ഫസ്റ്റും അതുപോലെ തന്നെയാണ് 3-3.25 മണിക്കൂറുണ്ടായിരുന്നു. ഇത് ഇൻ്റർവെല്ലൊന്നും പോകുന്നത് അറിയുന്നേയില്ല. 4 മണിക്കൂർ അത്രയും ഹുക്ക് ചെയ്ത്, അതായത് നമ്മളെ അത്ര ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി, അതിൻ്റെ കഥയായിക്കോട്ടെ എല്ലാം ഇത്രയും പീക്ക് ലെവൽ സാറ്റിസ്ഫിക്കേഷൻ തന്ന ഒരു സെക്കൻഡ് പാർട്ട് KGF 2-ന് ശേഷം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇതിൽ പുള്ളി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് നമ്മളെ അത്രയും കണക്റ്റ് ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കിയാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ദാവൂദ് ഇബ്രാഹിമിനിട്ട് പണി കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട്. നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാവും. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പുള്ളി അവശനിലയിൽ ആശുപത്രിയിലാണെന്നൊക്കെ. എങ്ങനെയാണ് ഈ അവശനിലയിലായെന്ന് കാണിക്കുന്നതൊക്കെ ഉണ്ട്. അത് ചിലപ്പം ഫിക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ നടന്ന സംഭവമായിരിക്കാം. പക്ഷെ അതിനെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന രീതി, ഇന്ത്യയിൽ നടന്ന അതുപോലത്തെ ഓരോ സംഭവങ്ങളെയും പുള്ളി കണക്ട് ചെയ്തിരിക്കുന്ന രീതിക്ക് അത് ഡീറ്റെയിലാണ്, പീക്ക് ഡീറ്റെയിൽസാണ് ഓരോ കാര്യത്തിനും കൊടുത്തിരിക്കുന്നത്. പടം കാണുമ്പം അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുമ്പോൾ അതിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാം ഒരു നടന്ന സംഭവങ്ങളെ അത്രയും രീതിയിൽ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കണക്റ്റ് ആവും. പിന്നെ ആളുകൾ പറയുന്നത് ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇതിനകത്തൊരു മെയിനായിട്ടൊരു സ്പൈ ഒക്കെ ഉണ്ട്. പുള്ളി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ശരിക്കും പാകിസ്ഥാനിൽ പോയി ഈ ഒരു കാര്യമൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പടം വരുമ്പോൾ എല്ലാം മോദിയുടെ കാലത്ത് നടന്ന പോലെയാണ് കാണിക്കുന്നത്. അതൊക്കെ അതൊന്നും കുഴപ്പമില്ല. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ആൾക്കാർ കാണുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയും നമ്മുടെ പ്രധാനമന്ത്രിയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ എനിക്ക് അത് വലിയ പ്രൊപ്പഗാൻഡയായിട്ടൊന്നും തോന്നുന്നില്ല. മൊത്തത്തിൽ പടം ഓൾറെഡി പറയുന്നുണ്ട് ഫിക്ഷനാണെന്ന്. ആദിത്യദാറിന് എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഇത് വേണേൽ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് കാണിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇന്ത്യയിൽ നടന്ന എല്ലാ സംഭവങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവരിതൊരു ഫിക്ഷൻ സ്റ്റോറിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പ്രൊപ്പഗാൻഡ ഒന്നും ആരോപിക്കേണ്ട കാര്യമില്ല. അതേസമയം കേരള സ്റ്റോറി പോലുള്ള പടങ്ങൾ ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നുള്ള തലക്കെട്ടോടെയാണ് വന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡയൊക്കെ നിങ്ങൾ മാറ്റിവെച്ച്, ഇത് ഫസ്റ്റ് എന്തായാലും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഈ പടം പോയി നിങ്ങൾ കാണണം. അത്രയും നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സോടൊക്കെ അടുക്കുന്ന സമയത്ത് ശരിക്കും ചങ്ക് പൊട്ടിപ്പോവും. കാരണം ഒരു സ്പൈയുടെ ജീവിതം, ഇപ്പം ഇതിനകത്ത് കാണിക്കുന്നത് ഇന്ത്യ ഒരു സ്പൈയെ കൈവിടുന്നില്ലെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ അത് എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് മിക്കപ്പോഴും ഏതെങ്കിലും ഒരു സ്പൈ പിടിക്കപ്പെടുകയാണെങ്കിൽ ഗവൺമെൻറ് അത് ഞങ്ങളുടെ ആളല്ലെന്ന് പറഞ്ഞ്, ഇന്ത്യയുടെ കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് അത്രത്തോളം അറിയാത്തതുകൊണ്ട് ഇന്ത്യയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മിക്ക രാജ്യങ്ങളും അങ്ങനെ തന്നെ ഒഴിയാറേ ഉള്ളൂ, സ്പൈ അല്ലെന്ന് പറയത്തേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ, ഞാൻ എൻ്റെ ആദ്യത്തെ പാട്ടിൻ്റെ റിവ്യൂവിനകത്ത് പറഞ്ഞ പോലെ, നമ്മളിവിടെ ഇത്രയും സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അതിർത്തിയിലൊക്കെ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തി ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട്, ഇതൊക്കെ ഒട്ടുമിക്ക റിയൽ ലൈഫ് സ്റ്റോറിയാണ്. നമ്മുടെ അജിത് ഡോവലിൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ എടുത്ത് ചീന്തിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസ് മൂലമാണ് നമ്മൾ ഇന്നിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ നമുക്കൊരു റെസ്പെക്റ്റ് കാണിക്കാൻ പറ്റുന്നത് ഇത്തരം പടങ്ങൾ നമ്മൾ പോയി കാണുക എന്നൊക്കെയുള്ളതാണ്. മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു പടം തന്നെയാണ് ദുരന്തർ 2. ആദിത്യദാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എത്രത്തോളം വിഷണറി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് നമുക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാവും. കാസ്റ്റുകളെല്ലാം തന്നെ മികച്ച അഭിനയമായിരുന്നു. രൺവീർ സിംഗ് പറയണ്ട, പുള്ളിയുടെ ഓറയും പുള്ളിയുടെ ഇതിനകത്ത് ആക്ടിങ്ങും ഒന്നും ഒരു രക്ഷയില്ല. വന്നവരെല്ലാം അതാ ഞാൻ പറഞ്ഞത്, അതായത് റിയൽ ലൈഫിലെ ആളുകളുടെ അതേ ഫേസ് കട്ടുള്ള ആൾക്കാരെയാണ് ഇതിനകത്ത് എല്ലാം കാണിച്ചിരിക്കുന്നത്. ആലോചിക്കുക, ദാവൂദ് ഇബ്രാഹിമിൻ എന്നൊക്കെ പേര് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരുടെയും പേര് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടൊക്കെയാണ് ഈ പടം. ചങ്കുറ്റം ആലോചിക്കണം. മ്യൂസിക് ആയിക്കോട്ടെ, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, എല്ലാം കിഡിലൻ, ഫൈറ്റ് സീൻസ് എല്ലാം തികഞ്ഞ ഒരു പടം. അത് അത്രയും ഡയറക്ടർ അത്രയും വിഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ്.